എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ ഒരു പ്രസ്താവന കണ്ടു പത്രങ്ങളിലൊക്കെ. കേന്ദ്ര സർക്കാർ ഒരു മണി അരി പോലും കേരളത്തിന് കൊടുക്കുന്നില്ലെന്ന്. അതായത് ഓണമൊക്കെ ആവുന്നു, കേന്ദ്ര സർക്കാർ ഒരു മണി അരി പോലും കേരളത്തിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഒരു പ്രസ്താവന കണ്ടത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സംശയിക്കുന്നത് എന്താണ്, ഈ നമുക്ക് കിട്ടുന്ന ഈ റേഷൻ അരി എന്ന് പറയുന്നത് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ട് തരികയാണെന്നാണ് സ്വാഭാവികമായിട്ട് നമ്മൾ കരുതുക. അല്ലെങ്കിൽ CPM-ന്റെ പാർട്ടി ഓഫീസ് ഇടപെട്ട് കൃഷി ചെയ്തോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ എത്തിച്ച് നമുക്ക് തരുന്നതാണെന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ കരുതത്തുള്ളൂ. എന്നാൽ സത്യം അതല്ല. ഈ റേഷൻ അരി എന്ന് പറയുന്നതും റേഷനായിട്ട് നമുക്ക് കിട്ടുന്നത് എല്ലാം PDS, അതായത് അത് മലയാളത്തിൽ പറഞ്ഞാൽ പൊതുവിതരണ കേന്ദ്രം എന്നാണ് പറയുന്നത്. അതൊക്കെ ഇന്ത്യ മൊത്തത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് പൊതുവിതരണ കേന്ദ്രം, PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിലും കേന്ദ്ര സർക്കാർ തരുന്നതാണ് ഈ റേഷൻ അരി. അല്ലാതെ പിണറായി വിജയന്റെ വീട്ടിൽ നിന്നോ പാർട്ടി ഓഫീസിൽ നിന്നോ നമുക്ക് കിട്ടുന്ന കാര്യമല്ല എന്നുള്ളത് ജനങ്ങൾ ആദ്യം മനസ്സിലാക്കുക. മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. ഇന്നത്തെ കാലത്ത് ഏതൊരു കാര്യവും മുഖ്യമന്ത്രി എത്ര കള്ളം പറഞ്ഞാലും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്താൽ കാര്യങ്ങൾ മൊത്തം മനസ്സിലാക്കും. അപ്പം അങ്ങനെയുള്ളപ്പം ഈ കള്ളം പറഞ്ഞ് സ്വയം അപഹാസ്യനാകുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവർ ചോദിക്കുന്നത് പോലെ പണം വാരിക്കോരി കൊടുക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. പ്രധാനമന്ത്രിക്ക് ഈ ഇത്രയും സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ ഇന്ത്യ മൊത്തത്തിലുള്ള ഭരണം നടത്തുന്ന പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ആകെ 53 പേരേ ഉള്ളൂ. 53 പേർ മാത്രം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലോ 33 പേര്. ഈ 33 പേര് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ. കേന്ദ്രമന്ത്രിമാരുടെ സ്റ്റാഫിലാകെ ഒരു മന്ത്രിക്ക് 15 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ. നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർക്ക് 25. ഇവിടെ നിൽക്കുന്നില്ല കഥകൾ. ഈ 25 പേര് അല്ലെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലെ 33, അത് ഫലത്തിൽ അത് എത്രയാണ് വരുന്നത്? 66 വരും. കാരണം ഇവരെ 2 വർഷം ഈ സ്റ്റാഫിൽ ജോലി ചെയ്താൽ അവർക്ക് വമ്പൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടുന്നതിനെക്കാട്ടി കൂടുതൽ പെൻഷൻ ലഭിക്കുന്ന രീതിയിൽ നിയമം ഭേദഗതി ചെയ്ത് പെൻഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം 66 പേരാണ് ഒരു മന്ത്രിസഭയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഈ പേഴ്സണൽ സ്റ്റാഫിൽ, മുഖ്യമന്ത്രിയുടെ തന്നെ പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്ത് റിട്ടയർ ആവുന്നത്. അതേപോലെ മന്ത്രിമാർക്ക് 50 വെച്ചാവും. ഇതിൽ കൂടുതലും ഈ മുഖ്യമന്ത്രിയുടെ ആണെങ്കിലും മന്ത്രിമാരുടെ ആണെങ്കിലും പേഴ്സണൽ സ്റ്റാഫില് കൂടുതലും ഈ സമൂഹത്തിൽ അടിയും പിടിയുമായിട്ട് നടന്ന വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ നടന്ന ഈ CPM പാർട്ടി അംഗങ്ങളെയാണ് ഈ സ്റ്റാഫിൽ വെച്ചിരിക്കുന്നത്. അപ്പം മുഖ്യമന്ത്രി ചെയ്തേക്കുന്നത് എന്താണ്? സ്വന്തം പാർട്ടിയിലുള്ള കുറെ പേർക്ക് ഊട്ടാനും ആജീവനാന്തം ഊട്ടാൻ വേണ്ടി പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നു. അവർക്ക് പെൻഷൻ വാരി കോരി കൊടുക്കുന്നു. സർക്കാരിൽ 10-30 വർഷം സർക്കാർ സർവീസിൽ സേവനം ചെയ്തവർക്ക് ലഭിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ പെൻഷനും ആനുകൂല്യങ്ങളും എല്ലാം ഈ പേഴ്സണൽ സ്റ്റാഫിൽ കുറെ പാർട്ടിക്കാരെ തിരികെ കയറ്റി കൊടുക്കുന്നു. നാടിന് മൊത്തം ദ്രോഹം ചെയ്ത് നടന്ന ആൾക്കാരെയാണ് ഈ പേഴ്സണൽ സ്റ്റാഫിൽ എടുക്കുന്നത്. കൊലയുമായിട്ട് നടത്തുന്നവരെ പിടിച്ചു വെച്ച് സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഇത് ചെയ്യുന്നു. ഇതിനു വേണ്ടി ചോദിക്കുന്നത് പോലുള്ള പണം കൊടുക്കുന്നില്ല കേന്ദ്രം. സംസ്ഥാന സർക്കാർ പലപ്പോഴും ആവശ്യപ്പെടുന്ന അത്രയും പണം കൊടുക്കാത്തതിന് കാരണം ഇതേപോലുള്ള ധൂർത്ത് കാരണമാണ് കൊടുക്കാത്തത്. നമ്മളൊന്ന് ചിന്തിക്കുക. കേന്ദ്ര മന്ത്രിസഭയിൽ ഇത്രയും മന്ത്രിമാർക്ക് 15 സ്റ്റാഫ് അംഗങ്ങൾ മാത്രം. അവർക്ക് പെൻഷൻ ഇല്ല. ജോലി ചെയ്യുന്ന ആ സമയത്തുള്ള ആ ഒരു ചെറിയൊരു തുക അവർക്ക് ശമ്പളമായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതല്ലാതെ പെൻഷനോ മറ്റൊരാനുകൂല്യങ്ങളോ ഇല്ലാത്ത സ്ഥാനത്താണ് കേരളത്തിൽ ഇതേപോലുള്ള തോന്നിവാസം കാണിക്കുന്നത്. ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച്
ഇതിന് പണം തികയാതെ വരുമ്പോൾ ഇവർ കേന്ദ്രത്തിൽ ആവശ്യപ്പെടും, ഞങ്ങൾക്ക് പണം വേണം, ഞങ്ങൾക്ക് പണം വേണം. ഈ പല പദ്ധതികൾക്കും കൊടുക്കുന്ന പണം ഇവർ വക മാറ്റിയാണ് ഇതേപോലെ ധൂർത്ത് കാണിക്കുന്നത്. മുഖ്യമന്ത്രി റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഒരു പ്രധാനമന്ത്രിക്ക് ഇത്രയും സുരക്ഷയില്ല. 10-40 വാഹനങ്ങളുടെ അകമ്പടി. ഈ വാഹനങ്ങൾക്കൊക്കെ ഓടിക്കുന്നതിന് ഡീസൽ വേണ്ടേ, പെട്രോൾ വേണ്ടേ? ഇതെല്ലാം വായു കൊണ്ട് പ്രവർത്തിക്കുന്ന സംഭവമാണോ? അല്ലല്ലോ. ഇങ്ങനെ തന്നെ കോടിക്കണക്കിന് രൂപയാണ് ധൂർത്തടിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ പണം, ജനങ്ങളുടെ പണം ധൂർത്തടിക്കാൻ കൊടുക്കാത്തത് കൊണ്ടുള്ള ആ ഒരു ചൊരുക്ക് മുഖ്യമന്ത്രി പലയിടത്ത് വെച്ചും പറയാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ അടുത്ത സമയത്ത് പറഞ്ഞാണ് 1 മണി അരി പോലും നൽകുന്നില്ല എന്നുള്ള കാര്യം. ഇതേപോലെ തന്നെയാണ് ഈ നമ്മുടെ ദുരിതാശ്വാസ നിധി, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ആ ചുരൽമലയിൽ വയനാട് ജില്ലയിൽ ഉരുള് പൊട്ടി, അന്ന് കേന്ദ്രം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. കേരളം എന്താണ് കൊടുക്കാത്തത്? ഇതിനു വേണ്ടി മാത്രമായിട്ട് പിരിവ് നടത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക എന്ന് പറഞ്ഞ് പിരിവ് നടത്തി കോടിക്കണക്കിന് രൂപ ആ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയിട്ടുണ്ട്. ആ ഫണ്ട് വന്നിട്ടുണ്ട്. ആ പണം ഉണ്ടെങ്കിൽ ഇപ്പോൾ സംഭവിച്ച ചൂരൽമലയിൽ സംഭവിച്ച ആ ദുരന്തത്തിൽപ്പെട്ട് എല്ലാവർക്കും അവരെ പുനരധിവസിപ്പിക്കാനുള്ള പണത്തിൻ്റെ 2 ഇരട്ടി ലഭിച്ചിട്ടുണ്ട്. അത് വിനിയോഗിക്കാൻ തയ്യാറാകാതെയാണ് കേന്ദ്രം തരുന്നില്ല എന്നും പറഞ്ഞ് ബേളം വെച്ചുകൊണ്ട് നടക്കുന്നത്. എന്തിനാ കേന്ദ്രം തരുന്നത് നോക്കിയിരിക്കുന്നത്? കേന്ദ്രം എന്തുകൊണ്ട് തരാതിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഈ പേര് പറഞ്ഞ് പിരിച്ചെടുത്ത് പൈസ ചിലവഴിക്കാതെ, അത് വിനിയോഗിക്കാതെ, അത് മറ്റെന്തോ ഗൂഢലക്ഷ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് കേന്ദ്രം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാർ തരികയില്ല. കാരണം ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. കുറേ നാള് തൊഴിലുറപ്പിന് പ്രതിഫലം കൊടുക്കാതിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും ഈ കേന്ദ്രം കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? കേന്ദ്രം ഇതിലൊക്കെ കൊടുക്കുന്ന പണത്തിൻ്റെ കണക്ക് ചോദിക്കുമ്പോൾ ഇവർ കണക്ക് കൊടുക്കുന്നില്ല. അവരെങ്ങനെ കണക്ക് കൊടുക്കും? ഇപ്പോൾ തൊഴിലുറപ്പുകാർക്ക് കൊടുക്കാൻ വേണ്ടി കേന്ദ്രം കൊടുക്കുന്ന പൈസ അത് മറ്റു രീതിയിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് ചോദിച്ചാൽ പിന്നെ ചെലവഴിച്ചത് എന്തിനാണെന്ന് കേന്ദ്രത്തിന് ബോധിപ്പിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രം ചോദ്യം ചെയ്യും, ഈ കാര്യത്തിനല്ലല്ലോ ഈ പണം തന്നിരിക്കുന്നത്, ഇവർക്ക് കൊടുക്കാനല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അതിന് മറുപടി കാണില്ല. അത് കാരണം ഇവർ കണക്ക് കാണിക്കാതെ, കണക്ക് ചോദിക്കുമ്പോൾ അത് കണക്ക് കാണിക്കാതെ ഇവർ ഒഴിഞ്ഞു മാറും. കേന്ദ്രം ഫണ്ടങ്ങ് നിർത്തും. എന്നിട്ട് പറയും അതിന് കേന്ദ്രം തരുന്നില്ല, ഇതിന് കേന്ദ്രം തരുന്നില്ല. ഈ അടുത്ത കാലം വരെ സ്വാഭാവികമായിട്ട് ഇപ്പോഴും സാധാരണക്കാരുടെ ആയിട്ടുള്ള ജനങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ഈ ആരോഗ്യ മേഖല, ആശുപത്രികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പണം ചെലവഴിക്കുന്നത് മൊത്തം സംസ്ഥാന സർക്കാരാണെന്നായിരുന്നു ജനങ്ങൾ വിചാരിക്കുക. ഇപ്പോഴും നല്ലൊരു ശതമാനം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്തിൽ എവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ അതിനകത്ത് പൂർണ്ണമായിട്ടും ചെലവഴിക്കുന്നത്? കേന്ദ്ര സർക്കാർ 60% ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കുമ്പോൾ വെറും 40% കേരള സർക്കാർ അതിനുവേണ്ടി ചിലവാക്കുന്നത്. അവിടെ 60% കേന്ദ്രമാണ് ചിലവഴിക്കുന്നത്. ഈ വീണ ജോർജൊക്കെ ഇരുന്ന് വലിയ വാചകവടിയേ ഉള്ളൂ, മുഖ്യമന്ത്രിയൊക്കെ ഇരുന്ന് വലിയ വാചകവടിയേ ഉള്ളൂ, ഞങ്ങൾ ആരോഗ്യ മേഖലയിൽ അത് ചെയ്തു ഇത് ചെയ്തു. ഈ പണത്തിൻ്റെ 60% എവിടെ നിന്നാണ്? കേന്ദ്രം കൊടുക്കുന്ന പണമാണല്ല, കേരള സർക്കാർ കൊടുക്കുന്ന പണമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതെല്ലാം നമ്മൾ ഗൂഗിളിനകത്തിൽ തിരഞ്ഞാൽ നമ്മൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ പണം, ഈ 60% പണം കേന്ദ്രം കൊടുക്കുന്നത് വെച്ച് വിനിയോഗിച്ചിട്ടാണ് കേന്ദ്രത്തിന് കുറ്റവും പറഞ്ഞ് മോശക്കാരാക്കാൻ ഇവർ ശ്രമിക്കുന്നത്. ഇതിനെല്ലാം കണക്ക് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ കേന്ദ്രം തടഞ്ഞു വെക്കും. ഇത് ദുർവിനിയോഗം ചെയ്താൽ തടഞ്ഞു വെക്കും എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഇത്
ജനങ്ങൾ ഇത് മനസ്സിലാക്കാതെ ഇവർ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ഈ വലിയ പ്രചരണം നടത്തുമ്പോൾ മറുവശത്ത് നിന്ന് ഇതിനെതിരെ പ്രചരണം ശരിയായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി പ്രചരണം നടത്താൻ തയ്യാറാകത്തില്ല എന്നുള്ള ആ ഒരു ധൈര്യത്തിലാണ് ഈ ഇടതുപക്ഷ സർക്കാർ ഇതുപോലുള്ള വ്യാജ പ്രചരണവും വ്യാജ അവകാശവാദങ്ങളുമായിട്ടൊക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇത് കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. പക്ഷേ കേരളത്തിലെ BJPക്കാർക്ക് തമ്മിലടിക്കാനേ ഉള്ളൂ സമയം. ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുന്നിലെത്തിക്കാൻ കേരളത്തിലെ BJP പ്രവർത്തകർ തയ്യാറാകാത്ത ആ ഒരു സാഹചര്യമാണ് CPM മുതലെടുത്തിരിക്കുന്നത്. CPM ആ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ കേന്ദ്രം നടത്തുന്ന ഈ പദ്ധതികളെല്ലാം തങ്ങളുടെ പേരിൽ ആണെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇത് തന്നെ. ഇപ്പോൾ ഇവര് എന്തുകൊണ്ടാണ് ഈ PM ലൈഫ് മിഷൻ എന്ന് പേര് മാറ്റേണ്ടി വന്നത്? ഈ നമ്മൾ പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്നത്. ഇത് ഇവന്മാരൊരു ഈ കേരളത്തിലെ ഈ ഇടതുപക്ഷക്കാർ പറഞ്ഞുകൊണ്ട് നടന്ന് ഞങ്ങൾ വേണ്ട വീട് വെച്ച് കൊടുക്കുന്നു എന്നും പറഞ്ഞു. പക്ഷെ അന്നേരം വെറും ലൈഫ് മിഷൻ എന്നുള്ള പേരിലാണ് ഇത് നോക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ജനങ്ങൾ വിചാരിക്കും ലൈഫ് മിഷൻ സംസ്ഥാന സർക്കാരിൻ്റെതാണ്. അപ്പൊ ഇവര് വ്യാജ പ്രചരണം നടത്തുമ്പം അതിലങ്ങ് വീഴും. ആണ് സംസ്ഥാന സർക്കാരിൻ്റെത് മാത്രമല്ല, സംസ്ഥാന സർക്കാരും അതിനകത്ത് പണം ചിലവഴിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും അതിനായിട്ട് പണം വിനിയോഗിക്കുന്നുണ്ട്. ഒരു വീട് വെക്കുന്നതിൽ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ, പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഈ 3 കൂട്ടർ ചേർന്നാണ് ഇതിനുവേണ്ടി പൈസ മുടക്കുന്നത്. കേരള സർക്കാർ എന്താ, ഈ ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ CPM എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അതൊന്നുമല്ല. ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് ലൈഫ് മിഷൻ, ലൈഫ് പദ്ധതി ഞങ്ങൾ മാത്രം ചെലവഴിച്ചാണ് ഈ വീട് പണിഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള രീതി പ്രചരണം വന്നപ്പോൾ BJP സർക്കാർ ഈ പദ്ധതിയുടെ പേര് തന്നെ മാറ്റി PM ലൈഫ് മിഷൻ എന്നാക്കി. പ്രൈം മിനിസ്റ്റർ എന്നുള്ളത് PM, പ്രൈം മിനിസ്റ്റേഴ്സ് ലൈഫ് മിഷൻ എന്നാക്കിയപ്പം ഈ കള്ളി ജനങ്ങളുടെ മുന്നിൽ പൊളിഞ്ഞെങ്കിലും എത്ര പേർക്കറിയാതെ. ഇപ്പോഴും ഈ ഈ കേരളത്തിലെ പത്രക്കാരുടെ കാര്യം അറിയാലോ. എല്ലാം ഇടതുപക്ഷത്തിന്റെ അടുക്കള ചെന്നിരുന്ന് വാർത്ത ചെയ്യുന്നവരാണ്. ഈ 1-2 പത്രവും, 1-2 പറയാകത്തില്ല, ഈ ജന്മഭൂമി എന്ന് പറയുന്ന പത്രവും ജനം TV ഒഴിച്ച് ബാക്കിയെല്ലാം ഈ പിണറായി വിജയന്റെ CPMന്റെ ഉച്ഛിഷ്ടം ഭക്ഷിച്ചിട്ട് കഴിയുന്ന വാർത്ത പടച്ചു വിടുന്നവരാണ്. അവരെല്ലാം ഇപ്പോഴും PM ലൈഫ് മിഷൻ ഉപയോഗിക്കാതെ വെറും ലൈഫ് മിഷൻ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. കാരണം അത് PM എന്നുള്ളത് അവർ ബോധപൂർവ്വം ഒഴിവാക്കിയിരിക്കും. എല്ലാ കാര്യവും ഇതുപോലാണല്ലോ നമ്മുടെ കേരളത്തിൽ മാധ്യമങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഇപ്പോഴും പല ആൾക്കാർക്കും ഇത് ലൈഫ് മിഷൻ അത് തീർത്തും കേരള സർക്കാരിൻ്റെ പദ്ധതിയാണെന്നാണ് കരുതിയിരിക്കുന്നത്. ഇതുപോലുള്ള പല കാര്യങ്ങളും ഇത് ജനങ്ങളിൽ ശരിയായിട്ടുള്ള വിവരങ്ങൾ എത്തിക്കാൻ BJP തയ്യാറാകാത്തതാണ് ഈ CPM അവർക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ അവർ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത സമയത്ത് തന്നെ ഈ ആരോഗ്യ വകുപ്പിന്റെ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് കുറച്ചൊക്കെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ കാരണം എന്താണ്? ഈ കേന്ദ്രമാണ് ഇതിനകത്ത് കൂടുതൽ ധനം വിനിയോഗിക്കുന്നത്. പേരിന്റെ കാര്യത്തിൽ ഒരു വിഷയം വന്നു. നേരത്തെ ഗവൺമെന്റ് ഓഫ് കേരള ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നും പറഞ്ഞ് അല്ലുന്നുണ്ട്, PHC പ്രൈമറി ഹെൽത്ത് സെന്റർ, FHC എന്നൊക്കെ ആയിരുന്നു വെച്ചുകൊണ്ടിരുന്നത്. കേന്ദ്രം ഒരു നിർദ്ദേശം കൊടുത്തു, ഇതിന്റെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫണ്ട് തരികയില്ല എന്ന്. അപ്പോൾ ഇവിടെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ്, അവർക്ക് ഭരണം എന്തോ എന്ന് പോലും അറിയത്തില്ല. അവർക്ക് ഈ ലോട്ടറി കിട്ടിയതിൻ്റെ കൂട്ട് ഒരു മന്ത്രിസ്ഥാനം കിട്ടി. MLA സ്ഥാനം ആദ്യം കിട്ടി, അത് കഴിഞ്ഞ് മന്ത്രിസ്ഥാനം കിട്ടിയപ്പോഴത്തെ അതും ഒരു ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ ജോലി ചെയ്യുന്ന സമയത്ത്, അത് കഴിഞ്ഞ് വേറെ ഒരു ചാനലിൽ ജോലി ചെയ്തിരുന്നു. ഒരു മാധ്യമപ്രവർത്തകയായിരുന്നു. പിണറായി വിജയനെ, അന്ന് അദ്ദേഹം പാർട്ടി നേതാവാണ്, അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ട് കുറെ TV-യിൽ കുറെ പരിപാടികൾ ചെയ്തു,
ആ അങ്ങനെ പിണറായി വിജയനെ വലിയ പുകഴ്ത്തി വലിയ ആളായിട്ട് സമൂഹത്തിൽ അവതരിപ്പിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് പിണറായി വിജയൻ അവർക്ക് പാർട്ടി അംഗമല്ലാതെ ഇരുന്നിട്ട് കൂടി മത്സരിക്കാൻ സീറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ടൈമിൽ സീനിയർ നേതാക്കന്മാരെ പാർട്ടിക്കാരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇവർക്ക് മന്ത്രിസ്ഥാനവും കൊടുത്തു. അങ്ങനെ മന്ത്രിയായ ഈ വീണ ജോർജ് കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇങ്ങനെ ഉള്ള പരിഗണനയിൽ മന്ത്രിയായ വീണ ജോർജ് ഒരു പ്രാവശ്യം ഘോരഘോരം പ്രസംഗിച്ചു. ഞങ്ങൾ ഇതിൻ്റെ പേര് മാറ്റത്തില്ല, എന്ത് ചെയ്യും, കേന്ദ്രം എന്തോ കാണിക്കുന്നതെന്ന് അറിയട്ടെ എന്ന് ആ രീതിയിൽ ഇവർ ഘോരഘോരം പ്രസംഗിച്ചു. പേര് മാറ്റത്തില്ലെന്നും പറഞ്ഞ് കേന്ദ്രത്തിന് അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞായിരുന്നു വലിയ വീരവാദം അടിച്ചത്. പക്ഷെ ആ വീണ ജോർജ് അവസാനം ഇതിൻ്റെ എല്ലാം പേര് മാറ്റേണ്ടി വന്നു. കേന്ദ്രം പറഞ്ഞ രീതിയിലുള്ള പെയിന്റ് അടിച്ച് പേര് അതേപോലെ വെക്കേണ്ടി വന്നു. ഇന്ത്യ മൊത്തത്തിൽ ഇപ്പോൾ വന്നപ്പോൾ എന്തുവാ ആയുഷ്മാൻ ആരോഗ്യമന്ത്രി ഇങ്ങനെ പേര് മാറ്റിയതിന് ശേഷമാണ് കുറച്ച് ജനങ്ങളെങ്കിലും മനസ്സിലാക്കിയത് ഈ ആരോഗ്യവകുപ്പ് നമ്മുടെ കേരള സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന് ചെലവഴിക്കുന്ന ധനവും സിംഹഭാഗവും കേന്ദ്ര സർക്കാരാണെന്ന്. അതുവരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഞങ്ങൾ ചെയ്തതാണ്. ഒരു പടിയൂടെ കടന്ന് ഇവർ പറയും ഞങ്ങളുടെ പാർട്ടി ചെലവഴിക്കുന്ന അല്ലെ പാർട്ടി നേതാക്കന്മാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ചെലവഴിക്കുന്നത് എന്നൊക്കെ പറയാൻ മടിക്കാത്തവരാണ് ഈ കൂട്ടർ. അതിനുള്ള അവസരമാണ് ആ ഒരു പേരുമാറ്റത്തിലൂടെ കുറച്ചൊക്കെ ഇല്ലാതാക്കിയത്. ഇതൊക്കെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ BJP നേതൃത്വം തയ്യാറാകാത്തതാണ് ഇവർക്ക് രക്ഷയായിരിക്കുന്നത്. അവർക്ക് BJPക്കാർക്ക് എന്താണ് ഈ കേന്ദ്രം ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ സമയമില്ല. പരസ്പരം പാര വെക്കാൻ ഉള്ള സമയം തന്നെ അവർക്ക് തികയുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക? കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ എത്തിക്കുക? ഇതിനൊന്നും സമയമില്ലാതെ തമ്മിലടിച്ച് പരസ്പരം പാര വെക്കാൻ പോലും സമയം തികയാത്ത BJPക്കാർ ഇതൊന്നും എന്നാൽ ഇവർ തമ്മിലടിച്ചോട്ടെ, അതിനിടയ്ക്ക് ഈ കുറച്ച് സമയം കണ്ടെത്തി കാര്യങ്ങളൊക്കെ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുമോ? അതുമില്ല. അതാണ് ഇവരൊക്കെ ഈ ഇടതുപക്ഷം ഇങ്ങനെ അവർക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും BJP നേതൃത്വം ഇതിൽ നിന്ന് മാറണം. കേരളത്തിലെ BJPക്കാർ ഒറ്റക്കെട്ടായി നിന്ന് കേന്ദ്രം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായും ജനങ്ങളിൽ എത്തിക്കുക. ഇവരുടെ കള്ളക്കളി പൊളിച്ചെഴുതുക. ഇടതുപക്ഷം പറയുന്ന കള്ളത്തരങ്ങൾ ഇവരെങ്ങാണ്ടു എന്നൊക്കെ ചിലപ്പോൾ ഇവർ വേണേൽ പറയും ഇതെല്ലാം ചൈനയിൽ നിന്ന് കൊണ്ടുവന്നാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് വരെ പറയാൻ തയ്യാറാകുന്നവരാണ് ഈ CPMകാർ. ഈ പണം മൊത്തം ചൈനയുടെ പണമാണ് ഞങ്ങൾ ചെലവഴിക്കുന്നതെന്ന് പറയാൻ മടിക്കാത്തവരാണ്. കാരണം അത്രമാത്രം അവർ ചൈനയെ സ്നേഹിക്കുന്നു. ചങ്കാണി ചൈനയെന്ന് പറയുന്നു, ഭാരതത്തെ വെറുക്കുന്നു. അങ്ങനെയുള്ളവർ ഇതും പറയാതിരിക്കത്തില്ല. ഇതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാതെ നമ്മൾ ജനങ്ങൾക്കിടയ്ക്ക് സത്യം ബോധ്യമാക്കി കൊടുക്കാൻ BJP നേതൃത്വം ശ്രമിക്കുക. അതാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന ഈ അവസരത്തിൽ BJP നേതൃത്വം സ്വീകരിക്കേണ്ട നിലപാട്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.